പേര് ദാവീദ്. ഒരിക്കൽ ഞാനൊരാട്ടിയുടെ ബാലനായിരുന്നു. എൻ്റെ മേലുള്ള അഭിഷേകം എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാക്കിയ ഒരനുഭവം ഞാൻ ഓർത്തു പോകുകയാണ്. ഒരിക്കൽ എൻ്റെ അപ്പൻ എൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ട ഒരു അനുഭവം, ഒരു സംഭവം അത്ഭുത കഥയായി മാറിയത് നിങ്ങളുടെ മുമ്പിൽ ഹാസ്യരൂപേണ പ്രക്ഷേപണം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദയവായി അത് ആസ്വദിച്ചാലും. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ഡോർക്കസ് മദാമ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അതേ കഥ മറ്റൊരു ദിവസം. 40-ാം ദിവസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഫിലിസ്തീനായ മല്ലൻ അതേ നിൽപ്പ് നിൽക്കുന്നു. കൊട്ടാരത്തിലും സൈന്യത്തിലും ആകെ മൊത്തം മൗനം. അവരെ കാണാതായോ? മറുപടി ഒന്നും ഇല്ലേ? ഏല താഴ്വരയിൽ പുതിയ വ്യവസായ അവസരങ്ങൾ. തട്ടുകടകൾ കൊണ്ട് നിറഞ്ഞ് ചക്കയിൽ ഈച്ചയിരിക്കുന്നത് പോലെയാണ് ആൾക്കാർ അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ചായ, ഓംലെറ്റ്, ചിക്കൻ പൊട്ടിത്തെറിച്ചതുമൊക്കെയാണ് അവിടെ ചൂടോടെ വിറ്റ് പോകുന്നത്. വർഷങ്ങളായി നടന്നു വരുന്ന TV റിയാലിറ്റി ഷോയായ യെരുശലേം ഐഡൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രദർശിക്കപ്പെടും. സംഘാടകർ പേര് മാറ്റത്തിനായി ഒരുങ്ങുന്നു. ജെറുസലേം വോയിസ്, ജെറുസലേം സ്റ്റാർ സിംഗറാണ് പരിഗണനയിൽ. വാർത്തകൾ വിശദമായി. 40 ദിവസങ്ങൾ. ഇതൊരു ധ്യാനമല്ല, ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ല, ഇത് ലോക്ക്ഡൗൺ അല്ല, പ്രോ കബഡി ലീഗ് അല്ല. എന്നാൽ മല്ലനായ ഫിലിസ്തീന്റെ ഫുൾ ബ്ലാസ് പ്രഹസനങ്ങൾ. അങ്ങനെ വായിൽ നിന്ന് വരുന്നതോ ഒരു മനുഷ്യനും ഇതേവരെ കേട്ടിട്ടില്ലാത്ത മ്ലേച്ഛമായ വാക്കുകൾ. ഇങ്ങനെ തെറി മൊത്തം കേട്ട് പ്രദേശത്തിലെ ചീവീടുകളെ വരെ വായിൽ കൈവച്ചു പോയി. സൈന്യത്തിലും കൊട്ടാരത്തിലും മൗനമാണ് സ്ട്രാറ്റജി. ഓപ്പറേഷൻ സൈലൻസ് എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജൈവ കെ ഋഷി ശേഖരിച്ച വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗോലിയത്ത് എന്ന പേര് രാജ്യമൊട്ടാകെ ഒരു ഇൻസ്റ്റ റീൽ പോലെ വൈറലാകുന്നു. ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇതൊരു ചർച്ചാ വിഷയം തന്നെ. കാണാൻ വലിയ സൗന്ദര്യമില്ലെങ്കിലും 9 അടി ഉയരം, ചുരുക്കം പറഞ്ഞ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും നമ്മുടെ ആലുവ മെട്രോ തൂണും കൂടി ചേർന്ന് എങ്ങനെയിരിക്കും? അത്രയും ഉയരമുള്ള ഒരു മല്ലൻ. അതിലേറെ അതിശയിപ്പിക്കുന്നത് അയാളുടെ കവചം. മൊത്തം ഒരു 50 കിലോ കാണും. എല്ലാം കൂടെ കൂട്ടി വിറ്റാൽ നമുക്ക് കോടീശനാകാം. ഇപ്പോൾ കുറച്ച് നേരമായി ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽപ്പ്. ഭാരം കാരണം അനങ്ങാൻ കഴിയാത്തതായിരിക്കാം. ഏത് നേരവും പൊതുവേദിയിൽ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അസഭ്യം പറഞ്ഞ് എല്ലാവരെയും മാനസികമായി തളർത്തുന്നതാണ് പുള്ളിക്കാരൻ്റെ നിലവിലുള്ള തന്ത്രം. അതേസമയം നമ്മുടെ ക്യാമ്പോ നിശബ്ദത കാരണം അവരുടെ മുട്ടുകൾ കൂട്ടിയിടിക്കുന്നത് നമുക്കിവിടെ കേൾക്കാം. ഇതിനെന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ? നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ നിക്കോനോടൊപ്പം ജൈവ കൃഷി. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്തും നമ്മുടെ റിപ്പോർട്ടർ ജൈവ കെ ഋഷി ലൈനിലുണ്ട്. ജൈവ, കേൾക്കാമോ? എന്താണ് അവിടുത്തെ വിശദാംശങ്ങൾ? എന്തെങ്കിലും സാഹചര്യങ്ങൾക്ക് താങ്കൾ മാറ്റങ്ങൾ കണ്ടോ? എന്തെങ്കിലും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ജൈവ കേൾക്കാമോ? ജൈവ ഋഷി കേൾക്കാവോ? ജൈവ, എന്താണ് സംഭവ സ്ഥലത്തിൽ? എന്തെങ്കിലും വികസനങ്ങൾ, എന്തെങ്കിലും മാറ്റം, സാഹചര്യത്തിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ? ചേട്ടാ, ഈ പൊളിപ്പില്ലാത്ത അപ്പത്തിന് ഉണക്കമീന് 50 ഷെക്കലോ? ഇച്ചിരി കൂടുതലോ കേട്ടോ. ഇങ്ങനെ പോയാൽ ഞാൻ ഫിലിസ്തീനോട് അങ്ങ് ചേരും. ചാനലുകാരൊന്നും എനിക്ക് ഇതിന് മാത്രം കാശൊന്നും തരുന്നൊന്നുമില്ല. വെള്ളം പോലും കാശ് കൊടുത്ത് മേടിക്കാൻ എനിക്കുള്ള ത്രാണിയില്ല ചേട്ടാ. ഓഫ്, ഇത് ഇച്ചിരി കടുപ്പം തന്നെ. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, പ്ലീസ് ക്ഷമിക്കണം.
ലൈവ് ആണ്, ലൈവ് ലൈവ് ലൈവ്. ഡോർക്കസ്, ഞാൻ പറയുമായിരുന്നു പറയൂ ഇവിടുത്തെ എന്താണ്? ജോലി എന്ത് രസമാണ്. ഞാനൊന്ന് പറയുമായിരുന്നു. അതെ 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 അതെ, ഞങ്ങൾ എല്ലാവരും അത് കേട്ടു. ഇപ്പോൾ ഉള്ളത് കൂടെ അങ്ങോട്ട് ആവിയായനെ. ഏതായാലും എന്താണ് അപ്ഡേറ്റ്സ്? ഇന്നെങ്കിലും ഒരു യുദ്ധം കാണാനുള്ള ഭാഗ്യം നമ്മൾക്ക് ഉണ്ടാകുമോ ഡോർക്കസ്, ഇവിടുത്തെ സാഹചര്യത്തിന് ഒരു മാറ്റവുമില്ല. ആത്മീയ പോരാണെന്ന് തോന്നുന്നു. ഭയങ്കര വിറയലാണ് നമ്മുടെ സൈനികരുടെ ഇടയിൽ. ഗോലിയാത്തിൻ്റെ തുടർച്ചയായ പ്രോത്സാഹനം കേട്ട് നമ്മുടെ കുറേ രഥകുതിരകൾ കുഴഞ്ഞു വീണിട്ടുണ്ട്. സത്യം പറഞ്ഞ ചില വാക്കുകൾ കേട്ടാൽ തൊലി ഇരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. വേണ്ട വേണ്ട വേണ്ട, നമുക്കൊന്നും കേൾക്കണ്ട. ജൈവ, നമ്മുടെ സൈനികരുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ടോ? കാരണം ഞങ്ങൾ നോക്കുമ്പോൾ 40 ദിവസം ഇവർ ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ അവർക്ക് ഉണ്ടാകില്ല. എങ്ങനെയാണ് അവരുടെ ഈ അനുഭവങ്ങൾ അവർ പങ്കുവെച്ചിരിക്കുന്നത്? ജൈവ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ടോ? ഉള്ളത് പറയാലോ, സൈനികരുടെ ആത്മവിശ്വാസം കാറ്റിൽ പറത്തിയ അവസ്ഥയാണ്. യുദ്ധം എന്ന വാക്ക് കേട്ടാൽ തന്നെ തലവേദന, വയർവേദന ഒക്കെ, ലീവ് ലെറ്റർ എല്ലാം ഒന്നിച്ചടിച്ചു കയറും. ഏറെ ദിവസങ്ങളായി വീടില്ല, കുടുംബമില്ല, നെറ്റ്ഫ്ലിക്സ് ഇല്ല, AC ഇല്ല, വെറും വിയർപ്പും ചുട്ടുപൊള്ളുന്ന സൂര്യൻ മാത്രം. ഒന്നും വേണ്ട, എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ആകെ കരിവാളിച്ച് പോയില്ലേ. എത്ര ന്യൂട്രിജീന വാങ്ങിച്ച് തേച്ചാലാണ് എൻ്റെ ചർമ്മം ഒന്ന് വെളുപ്പിക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ജൈവ, ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിനിടയിൽ ന്യൂട്രീജന് ഒക്കെ വളരെ ബുദ്ധിമുട്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ്. മഞ്ഞളും ചന്ദനവും ഒക്കെ അരച്ച് തേച്ചാൽ സന്തൂർമ്മയാകാമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ക്ഷമിക്കണം പ്ലീസ്. നമുക്ക് സൈനികരിലേക്ക് കടക്കാൻ. പറയൂ, എന്താണ് അപ്ഡേറ്റ്സ്? ജൈവ, കേൾക്കുന്നുണ്ടോ ജൈവ? അതെ അതെ, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കാത്തിരിപ്പ് തന്നെ. പിന്നെ പട്ടാളക്കാരുടെ ഇടയിലും ചെറിയ മുറുമുറുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പോരാട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. GPS തന്നെ വേണ്ടി വരും. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോട് കൂടെ ഒരു സൈനികനുണ്ട്, മിസ്റ്റർ ഇടിവെട്ട് പുരുഷു. മിസ്റ്റർ പുരുഷു, മന ന്യൂസ് TVയിലേക്ക് സ്വാഗതം. മിസ്റ്റർ പുരുഷു, എന്താണ് നിങ്ങളുടെ അനുഭവങ്ങൾ? ഞങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുമോ? പറയാം വാക്കുകളിൽ. അമേസിങ്, റിയലി അമേസിങ്. ശരിക്കും? പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ എന്താ പറയുന്നേ? അല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളിവിടെ ചിലവാക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ കഴിയുമോ? ഉള്ളത് പറയാലോ, വമ്പൻ തോൽവി തന്നെ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അതപ്പതിച്ച അവസ്ഥ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എല്ലാവരും സീഡ് പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത്. രാവിലെ കുളിച്ച് ഒരുങ്ങി വന്നിട്ട് ആ മല്ലൻ്റെ വായിലെ മൊത്തം കെട്ടും, വയറ് നിറച്ച് അതേപടി അങ്ങ് പോകും. ഒരു സ്ട്രാറ്റജി ഇല്ല, ഒരു പ്ലാനിങ് ഇല്ല. ഇത് നടപടിയാണ്, കേസാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എത്ര കാലം സഹിക്കണമെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും ഇത്രയും കഠിനമായ ഈ ഒരു കാലാവസ്ഥയിൽ തുടരാനുള്ള നിങ്ങളുടെ പ്രചോദനം എന്താണ്? ഏലത്താഴ് ഞാൻ ആദ്യം വന്നപ്പം ഒരു തട്ടുകടയെ ഒന്നുമില്ല. ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് ശീലമായിപ്പോയി. ഇപ്പം എവിടെ തിരിഞ്ഞാലും ഭക്ഷണശാലകളുണ്ട്, തട്ടുകടകളുണ്ട്, കഫറ്റേരിയകളുണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഇതൊക്കെ നമുക്ക് ശീലമായിപ്പോയി. എവിടെ തിരിഞ്ഞാലും തട്ടുകടയും കഫറ്റേരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആകെപ്പാടെ കുശാല. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്ന പോലെ ഈ ആനയ്ക്ക് സുഖചികിത്സ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പം നമുക്കൊരു ശീലമായിപ്പോയി. അതെ ഡോർക്കസ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ പലവിധ വിഭവങ്ങൾ ലഭിക്കുന്ന തട്ടുകടകൾ കാണുന്നുണ്ട്. ഇത് എനിക്കും സൈനികർക്കും ഏറെ ആശ്വാസത്തിനുള്ള വകയായിട്ടുണ്ട്. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. രാവിലെ ചപ്പാത്തി, കടല, ഉച്ചയ്ക്ക് ആംലെറ്റ്, ചോറ്, ഉപ്പേരി, അപ്പേരി ഒക്കെ. പിന്നെ 4 മണിക്ക് ഒരു ചായ, ഒരു വട, അല്ലെങ്കിൽ പഴംപൊരി, ഒരു വട, അല്ലെങ്കിൽ അട, ഒരു വട. രാത്രി ബീഫ് ഫ്രൈയും പൊറോട്ടയും. ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചനെ, അത് പോരെ. ഏതായാലും ഫുഡ് സീൻസ് റിപ്പോർട്ടിലേക്ക് നമുക്ക് തിരികെ എത്താം. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം, നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു മല്ലൻ, അതിൻ്റെ കൂടെ പ്രതികരിക്കാതെ വെറും കൈമലർത്തി നോക്കി നിൽക്കുന്ന ഒരു രാജാവും കുറെ സൈന്യവും. പക്ഷെ നമ്മുടെ ഭരണാധികാരിക്ക് ഒരു കഴിവില്ലേ? വാട്ട് ഡു യു തിങ്ക്? ഇവർക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? ഏതായാലും നിങ്ങളുടെ റിവ്യൂസ് ഞങ്ങളെ മന്ന TVയുടെ ട്വിറ്റർ ചാനലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഓൺ ദ ഹാഷ്ടാഗ് ഗോലിയാത്ത് ചീറ്റുന്നു, സൈന്യർ കീറ്റുന്നു, ഗോലിയാത്ത് ഗ്രംബിളിംഗ്, സോൾ ട്രംബിളിംഗ്, ഹാഷ്ടാഗ് ആർമി ഗോൺ ഫോർ സഫാരി, ഹാഷ്ടാഗ് ഗോലിയാത്ത് ഗർ ആർമി ബ്ര.
നിലവിലെ സാഹചര്യത്തെ പറ്റി നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. റിട്ടയർഡ് ലെഫ്റ്റനന്റ് ജനറൽ മേജർ കേണൽ എ വിശ്വാസി. ജനറൽ എ വിശ്വാസി, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സാഹചര്യത്തെ നോക്കിയിട്ട്? നമ്മുടെ സൈനികർക്ക് കഴിവില്ലേ, അതോ താങ്കളുടെ അഭിപ്രായത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മളെ ഇപ്പം രക്ഷിക്കാൻ കഴിവുള്ളൂ? എന്നെ ക്ഷണിച്ചതിന് നന്ദി. നിങ്ങൾ ഈ പറയുന്നത് പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല ഇത്. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ മല്ലനെ മലർത്തി അടിച്ചേനെ. എൻ്റെ വാരിക്കുഴി പ്രയോഗം ഞാൻ നടത്തിയേനെ. ഇതിപ്പോൾ ഇവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. വാരിക്കുഴി വാട്ട്? അല്ലേലും ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ ഭയങ്കര രസമാണ്. കളത്തിലിറങ്ങി കളിക്കണം മിസ്റ്റർ. ഏതായാലും ഇതിനൊരു പരിഹാരം താങ്കളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടോന്ന്? അതെ, നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ, ഞാനിപ്പോൾ പട്ടാളത്തിലില്ല. പണ്ട് വർഷങ്ങളായി പയറ്റി തെളിഞ്ഞ എൻ്റെ നമ്പറുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാനും പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ പറയാമല്ലോ, ഇത് അട്ടർ ഫെയിലിയർ തന്നെയായിരിക്കും. നിങ്ങൾ ആ മല്ലനെ കണ്ടോ? ഹീസ് വെരി ബെൽറ്റ്. ആ പരിചയം പിടിച്ചിരിക്കുന്ന ആളെ കണ്ടാൽ ചുറ്റുമുള്ളതൊന്നും കാണത്തില്ല. ഓ, താൻ എവിടുത്തെ ഇയാളെ എവിടുന്ന് കിട്ടി? എൻ്റെ ദൈവമേ, ക്ഷമിക്കണം പ്രേക്ഷകരെ, ഇയാളെ ഏത് പാളയത്ത് നിന്ന് കിട്ടിയാന്ന് നമുക്കറിയില്ല. പ്രേക്ഷകരെ, ഇപ്പോൾ ലൈവ് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് യുദ്ധഭൂമിയിൽ പുതിയൊരു വീരാളി വന്നിരിക്കുന്നു. അയാൾ മല്ലനെ നേരിടാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ സുന്ദർ എൻ സുമുഖൻ ലൈനിലുണ്ട്. സുന്ദര, പറയൂ, എന്താണ് അവിടുത്തെ അവസ്ഥ? ആരാണ് ആ മല്ലനെ നേരിടാൻ മുന്നോട്ട് വന്നെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും പാർട്ടി നേതാവാണോ? അതെ ഡോർക്കസ്, കേൾക്കാമോ? കേൾക്കാം. സുന്ദര പറയൂ. അതെ ഡോർക്കസ്, ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് ആ മല്ലനെ നേരിടാൻ തക്ക യോഗ്യതയുള്ളൊരു വീരൻ മുന്നോട്ട് കടന്നിട്ടുണ്ട്. എനിക്കറിയാം ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതൊക്കെ ഒന്ന് സോൾവ് ആക്കുമെന്ന്. സുന്ദരൻ ഭയങ്കര സന്തോഷത്തിലാന്ന് എനിക്കറിയാം. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നാലും പറയൂ, ആരാണ് ആ വീരൻ? കളരി സ്പെഷ്യലിസ്റ്റ് വല്ലതും ആണോ? ഞങ്ങൾ പ്രേക്ഷകർ വളരെ എക്സൈറ്റഡ് ആണ്. ലെറ്റ്സ് ബ്രേക്ക് ദി സസ്പെൻസ്. നേഷൻ വാണ്ട്സ് ടു നോ, ആരാണ് ആ വീരാളി? എനിക്കറിയത്തില്ല. അറിയില്ലെന്നോ? വാട്ട് യു മീൻ? അതെ ഡോർക്കസ്, ആരോ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരാണെന്നോ അയാളുടെ അഡ്രസ്സോ പേരോ ഒന്നും എനിക്കറിയത്തില്ല. സുന്ദര, ഇത്രയും സസ്പെൻസും ബിൽഡപ്പും ഒക്കെ തന്ന് അവസാനം കൊണ്ട് കല ഉടക്കില്ലേ? താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോട് ചോദിക്കണം? ടെൻഷൻ ആക്കല്ലേ ഡോർക്കസ്. അതെ, കൊട്ടാരത്തിൽ നിന്ന് ഒരു വക്താവ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്താ നടക്കുന്നതെന്ന്. മാഡം, എന്താണ് ഒരു മല്ലൻ കടന്നു വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. മല്ലനെ നേരിടാൻ വീരനായ ഒരാൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അയാളുടെ പേര് ദാവീദ്. അയാൾ ഗോലിയാത്ത് എന്ന മല്ലനെ നേരിടും. ദാവീദോ? അതാരാണ്? ദാവീദോ? ആരാണ് ദാവീദ്? ആരാണ് ദാവീദ്? സുന്ദര, ഞങ്ങളോട് ചോദിക്കാതെ അവരോട് ചോദിക്കടോ ആരാ ദാവീദ്? സോറി ഡോർക്കസ്, ആരാണ് ദാവീദ്? ഇയാൾ വല്ലോ പട്ടാളത്തിൽ വല്ലോ ഉള്ള ആളാണോ? ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഇയാളെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ. അല്ല, കമാൻഡോ ഒന്നും അല്ല. ദാവീദ് വെറും ഒരു ആട്ടിടയൻ ചെക്കനാണ്. ഇവിടെ അവൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി വന്നപ്പോഴാണ് ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കാൻ ഇടയായത്. ഇവിടുത്തെ സാഹചര്യത്തെ കണ്ടപ്പോൾ അവൻ ഗോലിയാത്തിനെ നേരിടാമെന്ന് പറഞ്ഞു. 40 ദിവസമായിട്ട് ഒരു ഈച്ചക്കുഞ്ഞ് പോലും മുന്നോട്ട് വരാഞ്ഞതുകൊണ്ട് ഈ വാർത്ത രാജാവിൻ്റെ ചെവിയിൽ എത്തേണ്ട താമസം അവനെ കൈയോടെ പൊക്കി. ബ്രേക്കിംഗ് ന്യൂസ് പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ബ്രേക്കിംഗ് ന്യൂസ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 40 ദിവസമായി ഇവിടെ ഒരു അനക്കവും ഇല്ല. പിന്നെ നമ്മുടെ രാജാവ് സെലക്ട് ചെയ്ത ആള് പ്രായപൂർത്തിയാകാത്ത ആടുകളെ മേയ്ക്കുന്ന ഒരു തലബ ഡ്രൈവറി ബോയോ? താങ്കൾ എന്താണ് ഈ പറഞ്ഞു തരുന്നത്? നമ്മളെ തമാശ കളിക്കുവാണോ? ഇത് രാജ്യം മൊത്തം ആകെ സ്ട്രെസ്ഡ് ആണ്. ശരിക്കും ഡീറ്റെയിൽസ് പറ, ആരാണ് ഈ വീരൻ മുന്നോട്ട് വന്നിരിക്കുന്നത്? എൻ്റെ പൊന്ന് ഡർക്കോസേ, ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലും. ഞാനും ആകെ സ്ട്രെസ്ഡാണ്. പക്ഷേ അയാൾ രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞ വീരകഥകളൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഫ്ലാറ്റായി. സിംഹത്തെയും കരടിയെയും ആയുധങ്ങളൊന്നുമില്ലാതെ സ്വന്തം കൈകൾ കൊണ്ട് കൊന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും രോമാഞ്ചം വന്നു. ഇത് പറയുമ്പോൾ നോക്കി, എനിക്ക് വീണ്ടും വരുന്നുണ്ട്. എവിടെ നോക്കട്ടെ മാഡം, ഇത്രയും തള്ളല്ലേ കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. അയാളുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ രാജാവ് പിന്നെ ഒന്നും നോക്കിയില്ല, കേറ്റി അങ്ങ് വിട്ടു. അല്ല, എനിക്കൊരു ഡൗട്ട്. ഇതിലും യോഗ്യതയുള്ള ആരും മുന്നോട്ട് കടന്നു വന്നില്ലേ? കുറച്ചും കൂടെ പ്രായവും പക്വതവുമുള്ള, ഇത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആരും മുന്നോട്ട് വന്നില്ലേ? എവിടുന്ന്? ഒരൊറ്റ ഒരുത്തനും വന്നില്ല.
പ്രാഗൽഭ്യവും മിടുക്കും കഴിവുമുള്ള എത്രയോ കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും വടക്കോട്ട് നോക്കി മുട്ടിടിച്ച് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ദാവീദ് വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നിട്ടും അവനെ ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലെ അടിച്ചു. ഇതിലേറ്റവും രസകരമായ കാര്യം, രാജാവ് തൻ്റെ പടച്ചട്ട കൊടുത്തിട്ടും ദാവീദിനത് വേണ്ട എന്ന് പറഞ്ഞു. അതേ പ്രേക്ഷകരെ, ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഗോലിയാത്തിനെ നേരിടാൻ രാജാവിന് കണ്ടെത്താൻ കഴിഞ്ഞത് വെറും ഒരു ആട്ടിടയൻ ചെക്കൻ, അതും പാട്ടുപാടി നടക്കുന്ന ഒരു ആട്ടിടയൻ ചെക്കൻ, അതും അവൻ്റെ കയ്യിലോ വെറും ഒരു കവണയും കുറച്ച് കല്ലും. നമുക്ക് ഇത്രയും കഴിവേ ഉള്ളൂ പ്രേക്ഷകരെ. ഏതായാലും കാലം തെളിയിക്കും ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ ആന മണ്ടത്തരമാണോ എന്ന്. ആ കാലം തെളിയിക്കാൻ സ്റ്റേ ട്യൂൺഡ് വിത്ത് us ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ക്ഷമിക്കണം പ്രേക്ഷകരെ, നമുക്ക് ബ്രേക്സ് ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം ഇവിടെ ഫണ്ട്സിന് ചെറിയ കുറവുണ്ട്, നമുക്ക് സ്പോൺസേഴ്സ് ഇല്ല. ദയവായി ഈ സമയത്ത് നിങ്ങളുടെ ഫോൺസ് എടുത്ത് കുറച്ച് ഫണ്ട്സുകൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. ബാങ്ക് അക്കൗണ്ട് വേണ്ടവർ ഞങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയുന്നതായിരിക്കും. വെൽക്കം ബാക്ക്. ദാവീദ് എന്ന ബാലൻ്റെ ജയത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇത്രയും പൊക്കമുള്ള ഈ മല്ലനെ നേരിടാൻ ഇത്രയും പ്രായമില്ലാത്തൊരു പയ്യന് കഴിയുമോ? എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ദിസ് ഇസ് മിഷൻ ഇമ്പോസിബിൾ. പക്ഷേ തികച്ചും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശീലമുള്ള ഒരു വിഷയം തന്നെയാണ്. പറയാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പച്ചന്മാരുടെ തള്ളൊക്കെ കേട്ടിട്ടില്ല, ഈ ചെങ്കടലൊക്കെ സ്പ്ലിറ്റ് ആയ സംഭവം, അത് തന്നെ. ഏതായാലും നിങ്ങളുടെ റിവ്യൂസൊക്കെ നമ്മുടെ ട്വിറ്റർ ചാനലിലേക്ക് അറിയിച്ചു കൊണ്ടിരിക്കുക ഓൺ #പണിപ്പാളിയോ. ഇനി ഈ വിഷയത്തിനെ പറ്റി കുറച്ച് സയൻറ്റിഫിക്, അതായത് ശാസ്ത്രീയമായി നമ്മളോട് സംസാരിക്കാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ലോക പ്രശസ്ത മറൈൻ ബയോളജിസ്റ്റായ ഡോക്ടർ ഹൂ മിയുടെ കൊച്ചുമോളും ആയുധങ്ങളിൽ PhDയും ഒരു ഫിസിസിസ്റ്റുമായ ഡോക്ടർ എല M അറിയാം. നന്ദി ഡോക്ടർ എല നമ്മളോട് ഇന്ന് ചേർന്ന് വന്നതിന്. ഇതുവരെ നടന്ന സംഭവങ്ങളെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? വാട്ട് യു തിങ്ക് ഇസ് ഗോണ ഹാപ്പൻ? അതായത് ഡോർക്കസ്, ദാവീദിന് ജയിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്, പക്ഷേ ജയിക്കാനുള്ള ചാൻസസും ഉണ്ട്. എൻ്റെ ഒബ്സർവേഷനിൽ ഗോലിയാത്തിൻ്റെ മുഖമൊഴിച്ച് തല തൊട്ട് കാല് വരെ ബ്രോൺസും കൊണ്ട് കവേർഡാണ്. സോ ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ ഹിം ടു ഫൈറ്റ് ബാക്ക്. പക്ഷേ ദാവീദിന് ഒരേ ഒരു ചാൻസേ ഉള്ളൂ. ഈ ഒരു ചാൻസ് ആയാൽ യെസ്, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ പോയാൽ അതോ ഗതി. അതിവേഗത്തിൽ കൃത്യമായി സഞ്ചരിക്കുന്ന ആ കല്ലിനും ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയും. സോ ഇതിൻ്റെ ചാൻസസ് 0.00001% ഉള്ളൂ. സോ ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കും, തോൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കത്തില്ല. നിങ്ങളെയൊക്കെ വിളിച്ചാൽ ഞങ്ങളെ വേണം പറയാൻ. പക്ഷേ ഡോക്ടർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും പറഞ്ഞു വന്നിട്ട് അവസാനം 2 വഞ്ചിയിൽ കാല് വെക്കാനാണോ? ഇതിൽ എന്തെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക കേട്ടോ. ഇതിനു മുൻപ് കാലാവസ്ഥ നിരീക്ഷകയായിരുന്നല്ലേ? കണ്ടിട്ട് ഞങ്ങൾക്ക് അതാണ് തോന്നുന്നത്. ഏതായാലും തിരികെ എത്താം. ലൈവ് ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുന്ദര, പറയൂ, ദാവീദ് ഗോലിയാത്തിൻ്റെ അടുത്ത് എത്തിയോ? അവിടെ എന്തെങ്കിലും ഒരു ഫൈറ്റ് സീന് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഇന്നുണ്ടാകുമോ? അതെ ഡോർക്കസ്, ഇതാ ദാവീദ് ഗോലിയാത്തിന്റെ അടുത്തേക്ക് മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അവർ മുഖത്തോട് മുഖം ചീറി നിൽക്കുകയാണ്. അതാ ഗോലിയാത്ത് ദാവീദിനെതിരെ ഭീഷണികൾ മുഴക്കുന്നു. ദാവീദിനെ ഗോലിയാത്ത് പരിഹസിക്കുന്നു എന്ന് തോന്നുന്നു. സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അട്ടഹസിച്ച് ചിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അതാ ദാവീദ് കല്ല് കവണയിലേക്ക് വെച്ചിരിക്കുന്നു. ഒറ്റക്കാലിൽ ചുട്ടിക്കറങ്ങി അതാ അവൻ ഗോലിയാത്തിനെതിരെ എറിയുന്നു. അതാ ഗോൾ പോസ്റ്റിലേക്ക് പോകുന്ന കല്ല് പോലെ. അമേൻ, അതെ, ആ ഗോലിയാത്തിനെതിരേക്ക് ആ കല്ല് പോകുന്നു. ദേ അയാൾ വീണിരിക്കുന്നു. സുന്ദര, സത്യം പറ, ആരാ വീണ? ഞങ്ങൾ ഇവിടെ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആരാണ് വീണത്? അതേ ഡോർക്കസ്, ക്ലീൻ ബൗൾഡ് ഗോലിയാത്താണ് വീണിരിക്കുന്നത്. കുറിതെറ്റി എറിഞ്ഞ് ദാവീദിന്റെ കല്ല് കറക്റ്റായിട്ട് തിരുനെറ്റിക്ക് കൊണ്ടിരിക്കുന്നു. ഉക്രൈനർ ബുംറയുടെ യോക്കർ പോലെ ആ ഒരു ഉക്രൈൻ സ്ട്രൈക്ക്. അതാ ഗോലിയാത്തിന്റെ വാളെടുത്ത് ദാവീദ് അവന്റെ തല വെട്ടിയിരിക്കുന്നു. ഗായ്സ്, എന്താണ് നടക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ആമേൻ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ മല്ലൻ വീണിരിക്കുന്നു. അമേസിംഗ്. ചെങ്കടൽ കടന്നതോളം അതിവിശിഷ്ടമായ ഒരു സംഭവമാണ് പ്രേക്ഷകരെ. രാജ്യത്തിന്റെ അഭിമാനം ഒരു പയ്യന്റെ കയ്യിൽ. അവനോ ഒരു കല്ലുകൊണ്ട് ആ മലനെ ഫ്ലാറ്റ് ആക്കി. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനെ വളരെ ഭാഗ്യമായി കാണാം. അപ്പോൾ ജനറൽ, എന്താണ് സംഭവങ്ങളൊക്കെ കേട്ടല്ലോ? എന്തൊക്കെ പ്രഹസനമായിരുന്നു? വാഴിക്കൂരി, തന്ത്രം,
താൻ എവിടെ പോടോ? തന്റെ മെഡലൊക്കെ ഇവിടെ കാണിച്ചിട്ട് പോയാൽ മതി. ID കാണിച്ചിട്ട് പോടോ. ഏതായാലും രാജ്യം മൊത്തം ഇവിടെ ഒരു സെലിബ്രേഷൻ മോഡിലാണ്. നമുക്ക് തിരികെ നമ്മുടെ ഫിസിക്സിലോട്ട് കടക്കാം. ഡോക്ടർ, എല്ലാം അറിയാമോ? ഈ 0.001% മാത്രം സാധ്യതയുള്ളത് നിങ്ങൾ കണ്ടോ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലായിരുന്നു ദാവീദ് ജയിക്കുമെന്ന്? പറഞ്ഞല്ലായിരുന്നോ? ഇതെല്ലാം ഒരു തരം ശാസ്ത്രമാണ്. പക്ഷേ ഐ ഹാവ് എ ഡൗട്ട്. എങ്ങനെയാണ് ആ കല്ല് തലക്കുള്ളിൽ കയറിയെന്ന് എനിക്ക് മനസ്സിലാവാൻ കഴിയുന്നില്ല. ഒരു ബാലൻ ഇത്രമേൽ ശക്തിയോ? എങ്ങനെ ഒരു മലനെ ഒറ്റ എയറിൽ താഴെ വീഴ്ത്താൻ അവന് മാത്രം ആ ശക്തി പോരാ? ഇറ്റ്സ് നോട്ട് അലോൺ ബൈ ഹിം. പക്ഷേ ഹൗ ഇറ്റ് ഈസ്, ദർ ഇസ് സംതിങ് ഫിഷി അബൌട്ട് ദിസ്. എന്തോ ഒരു ദുരൂഹതയാണ്. ആദ്യം ശാസ്ത്രം, പിന്നെ ഫിഷി, പിന്നെ ദുരൂഹത. നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചൂടെ ഡോക്ടർ? എല്ലാം അറിയാം, എല്ലാം ഒന്നും അറിയത്തില്ല. ഏതായാലും പ്രേക്ഷകരെ, അത്ഭുതം എന്ന് പറയാലോ. നമ്മുടെ ഹീറോ, രാജ്യത്തിന്റെ അഭിമാനം ദാവീദ് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ദാവീദ്, നമസ്കാരം. ഇതെങ്ങനെ സാധിച്ചു? താങ്കൾ ചില മണിക്കൂറുകൾക്കുള്ളിൽ ദാവീദ് ഹൂ മാറി ദാവീദ് യു ഹൂ ആയി. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കേൾക്കാമോ? കേൾക്കാം. ദാവീദ് പറയൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യത ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇതാണ് കാര്യം, ഞാൻ സാധ്യതകളെ ആശ്രയിച്ചിരുന്നില്ല. എൻ്റെ ദൈവത്തിൽ മാത്രമായിരുന്നു പ്രതീക്ഷ മുഴുവൻ. ഞാൻ ഗോലിയാത്തിനോട് തന്നെ പറഞ്ഞു, നീ വാളും കുന്തുമായിട്ടൊക്കെ എൻ്റെ നേരെ വരുന്നു, പക്ഷെ ഞാനോ സർവശക്തനായ യഹോവയുടെ നാമത്തിൽ നിനക്കെതിരെ വരുന്നു. David, but please walk us through that moment. കാഴ്ചക്കാർക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളത് എങ്ങനെ ഇത്ര കൃത്യമായി സാധിച്ചു? നിസ്സാരം. എനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്തു. ഞാൻ ഷോലിൻ്റെ ഭാരമേറിയ കവചം ധരിച്ചിരുന്നില്ല. 5 മിനുസമാർന്ന കല്ലുകളെടുത്തു. കരടിയുടെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും ആടുകളെ സംരക്ഷിക്കാൻ എന്നെ സഹായിച്ച അതേ ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഒരു കല്ല് ഒരു കവണ അത്രേ വേണ്ടി വന്നുള്ളൂ, ബാക്കി ദൈവം ചെയ്തു. ദാവീദ്, താങ്ക് യു ഫോർ ടെല്ലിങ് us that. പോകുന്നതിന് മുൻപ് ജീവിതത്തിൽ ഭയം, സംശയം, രോഗങ്ങൾ എന്നുപോലെ കൂറ്റൻ പ്രതിസന്ധികൾ നേടുന്ന ഞങ്ങൾ വിശ്വാസികളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? എനി വേർഡ്സ് ഓഫ് വിസ്ഡം ഓർ ഇൻസ്പിറേഷൻ? ഞാൻ വാളോ കുന്തമോ കൈബലം കൊണ്ടുമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ബലം കൊണ്ട് തന്നെ ആ മലനെ ജയിച്ചത്. നമ്മുടെ ശക്തി കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ ജയിക്കാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. സർവശക്തനായ യഹോവയുടെ നാമത്തിൽ ഞാൻ ചെന്നു, ജയം ലഭിച്ചു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ശത്രുവിൻ്റെ വലിപ്പം എത്ര തന്നെ ആയാലും നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. Wow, what a day. അപ്രതീക്ഷിത വിജയം, അസാധാരണ സംഭവങ്ങൾ. ദിസ് ഈസ് എ ഗ്രേറ്റ് ഡേ ടു ബി ലിവിങ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഓരോരുത്തരെയും ജയിക്കാൻ യഹോവയായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ദിസ് ഇസ് ഡോർക്കസ് മദാമ സൈനിങ് ഓഫ് ഫ്രം മന്ന ന്യൂസ് TV. See you all next year. വിശ്വാസത്താൽ ഞാൻ രാജ്യങ്ങളെ കീഴടക്കി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരനായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അങ്ങനെ വിശ്വാസ പട്ടികയിൽ എൻ്റെ പേരും വരുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഏതൊരവസ്ഥയിലും വിശ്വാസത്താൽ വിശ്വസ്തയോടെ നിലനിന്നാൽ നിങ്ങളുടെ പേരും വിശ്വാസ പട്ടികയിൽ ഇടം പിടിക്കുവാനിടയായി തീരും. ഏതൊരവസ്ഥയിലും ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചാൽ ദൈവിക പ്രവർത്തികൾ ജീവിതത്തിൽ കാണുവാൻ കഴിയും. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.